ഹലോ ഫ്രണ്ട്സ്. ഇസ്രയേൽ ഒരു വലിയ ശക്തിയാണ്. സൈനികപരമായും പ്രതിരോധപരമായും ലോകത്ത് ഇസ്രയേൽ മറ്റു ശക്തമായ രാജ്യങ്ങളുടെ കൂടെ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ഇസ്രയേലിൻ്റെ പേര് കേട്ട പ്രതിരോധ സംവിധാനത്തിനേറ്റ ഒരു കനത്ത തിരിച്ചടിയായിരുന്നു ഇന്നലെ, അതായത് മെയ് 4 ഞായറാഴ്ച ടെൽ അവീവിൽ നടന്ന സംഭവം. ഹൂത്തികളുടെ ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ടെൽ അവീവിലെ ബെൻ ഗൂറിയോൺ എയർപോർട്ടിന് സമീപത്തുള്ള റോഡിൽ വന്ന് പതിച്ചത്. അപകടത്തിൽ ആളപായമൊന്നും ഉണ്ടായില്ല, പക്ഷേ 6-8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ യായിർ ഹെഡ്സ്രോണി ഈ മിസൈൽ വന്നു പതിച്ച സ്ഥലത്തുണ്ടായ വലിയ ഗർത്തം മാധ്യമപ്രവർത്തകർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഈ സംഭവം എന്തുകൊണ്ടാണ് ഇസ്രയേലിനേറ്റ ഒരു വലിയ തിരിച്ചടിയാണ് എന്ന് നമ്മൾ പറയുന്നത്? അത് പറയാം. നോക്കുക, ആർക്കും അത്ര പെട്ടെന്നൊന്നും അതിക്രമിച്ചു കയറാൻ പറ്റാത്ത വിധം വളരെ സുരക്ഷിതമാണ് ഇസ്രയേലിൻ്റെ വായുമണ്ഡലം എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ അവകാശവാദം. അതായത് അയൺ ഡോം എന്ന പേരിലുള്ള ഒരു വളരെ സുരക്ഷിതമായ, വളരെ ശക്തമായ ഒരു സുരക്ഷാ സംവിധാനം ഇസ്രായേലിൻ്റെ അന്തരീക്ഷത്തിൽ അവർ സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. ശത്രുക്കൾ തൊടുത്തുവിടുന്ന മിസൈലുകളെയും മറ്റും ഈ അയൺ ഡോം സംവിധാനം തടുത്തു നിർത്തുന്നു. ഇതിനു പുറമെ മറ്റൊരു സുരക്ഷാ സംവിധാനം കൂടി ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിട്ടുണ്ട്. അതാണ് താഡ് അഥവാ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ്. താഡ് എന്ന് ചുരുക്കി പറയാം. അതായത് ഒരു സർഫസ് ടു എയർ രീതിയിലുള്ള ഒരു മൊബൈൽ ഇന്റർസെപ്ഷൻ സംവിധാനമാണ് ഇത്. അതായത് ശത്രുക്കൾ തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും ഇസ്രായേലിനകത്ത് പതിക്കാതെ അതിനെ തടുത്തു നിർത്തുന്ന ഒരു സംവിധാനമാണ് ഇത്. പക്ഷേ ഈ സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഞായറാഴ്ച ഹൂത്തികളുടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ടെൽ അവീവ് എയർപോർട്ടിന് തൊട്ടടുത്തായി ചെന്നു പതിച്ചത്. ഇസ്രയേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഹൂത്തികളുടെ ഈ ബാലിസ്റ്റിക് മിസൈലിനെ തടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും ഈ പരാജയ കാരണം അന്വേഷിക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടിട്ടുണ്ട്. യമൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു തീവ്ര വിഭാഗമാണ് ഈ ഹൂത്തികൾ എന്ന് പറയുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 1.5 വർഷമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ കടുത്ത പ്രതിഷേധമുള്ള ഹൂത്തികൾക്ക് ഇറാന്റെ പിന്തുണ കൂടിയുണ്ട്. ഗാസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഹൂത്തികൾ ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്നാണ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇതിന് പകരമായി ഹൂത്തികളെ തിരിച്ചടിക്കുമെന്ന് വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്, ഞങ്ങളെ ആക്രമിച്ചവർക്ക് 7 ഇരട്ടിയായി ഞങ്ങൾ തിരിച്ചു നൽകും എന്നായിരുന്നു. മുൻ ഇസ്രായേൽ സൈനിക മേധാവിയായിരുന്ന ബെന്നി ഗാഡ്സ് എക്സിൽ പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയായിരുന്നു: ഈ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദി ഇറാൻ തന്നെയാണ്, അവർ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതേസമയം സൈപ്രസ് പ്രസിഡന്റുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു: ലോകം മുഴുവൻ ഹൂത്തികളുടെ ഭീഷണിയിലാണ്, ഇത് നമ്മൾ സഹിക്കില്ല, നമ്മൾ തിരിച്ചടിക്കും. എന്നാൽ മറുവശത്ത് ഇറാൻ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഹൂത്തികൾ ചെയ്യുന്നത് ഹൂത്തികളുടെ തീരുമാനങ്ങളാണ്, എന്നാൽ അമേരിക്കയോ സയനിസ്റ്റുകളോ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനോട് ഇന്നലെ പറഞ്ഞത്. ഈയിടെയായി യമനിലെ ഹൂത്തികളെ തിരിച്ചടിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ അല്പം മാറി നിന്നിരുന്നു. അമേരിക്ക തന്നെ ഹൂത്തികൾക്ക് നേരെയുള്ള ശക്തമായ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ഇസ്രായേലിൻ്റെ ഈ ഒരു പിന്മാറ്റം. അപ്പോൾ ഇസ്രായേൽ ഇനി യമനും ഇറാനുമെതിരായി ഒരു പോരാട്ടത്തിന് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഭാഗത്ത് യുദ്ധത്തിനുള്ള പോർവിളി മുഴക്കുമ്പോൾ ഇസ്രായേൽ മറ്റൊരു യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം.